പോട്ടെ പോട്ടെ. പറഞ്ഞ സമയത്തിന് തന്നെ സാർ ഇത്രയും പാഞ്ചാലിറ്റിയുള്ളൊരു മനുഷ്യൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. എങ്ങനെയുണ്ട് പിള്ളച്ച? സുഖമല്ലേ? അങ്ങയുടെ കാര്യം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എടാ സുന്ദര, എന്തോ ആ പെട്ടി എല്ലാം എടുത്ത് സാറിന്റെ മുറി കൊണ്ടുപോയി. എന്റെ മോനാ സുന്ദരൻ. ജനിക്കുന്നതിന് മുമ്പിട്ട പേരാ. സാറേ, സാറും കുഞ്ഞും വരുന്നോണ്ട് ഇവിടെ അടുക്കള പണിക്ക് എന്റെ ഭാര്യയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര് വന്നാലും മനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോണം. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? എടാ സുന്ദര, അയ്യോ എടാ പൊട്ടി മോൾ, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴുതയുടെ മോൾ. നിനക്കൊക്കെ തീറ്റ വരുന്ന നേരം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല കേട്ടാ. കള്ള ഹിമാറേ, ചേട്ടാ കള്ളപ്പുള്ള അന്നെ നമ്മൾ വിടൂല. എന്ത് തീരുമാനിച്ചാണ് എന്റെ വെപ്പ്? ഇന്ന കയ്യിൽ നിന്ന് വാങ്ങിയ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. ഭഗവതി, ഈ ബാധ ഒഴിപ്പിക്കാൻ എന്തൊരു മാർഗം? അതേനാ ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കണേ. ഒന്നുകിൽ എന്റെ മയ്യത്ത്, അല്ലെങ്കിൽ രണ്ടും നമുക്ക് പുറത്തു വെച്ചാകാം കേട്ടോ. എന്ത് പുറത്തു വെച്ചാ ഞാൻ എന്തായാലും വിചാരിച്ചേ ഞാനൊരു പമ്പരം വിറ്റാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിട്ടിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പമ്പരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് തെറ്റി. സദ്ദാം ഹുസൈന്റെ ബാപ്പ മുത്തുപട്ടർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പട്ടരുമായിട്ടുള്ള ബിസിനസ്സും പൊളിഞ്ഞോ? പൊളിക്കും, എല്ലാം പൊളിക്കും ഞാൻ. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം എന്നിവയെല്ലാം കാണിച്ച് തന്നെ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് അകത്താക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാനത് ചെയ്യൂല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ അറ്റ കൈ പ്രയോഗിച്ചത്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഈ ബംഗ്ലാവ് വിറ്റിട്ടാണെങ്കിൽ പോലും സാറിന്റെ പണം ഞാൻ മടക്കി തരും. അങ്ങനെ വഴിക്ക് വാ. ഈ ബംഗ്ലാവ് വിൽക്കാൻ തനിക്കെന്ത് അവകാശം? ഈ ബംഗ്ലാവ് തന്റെയാ? അല്ല, എന്റെ അല്ല. ഇറക്കല്ലേ, വേല ഇറക്കല്ലേ, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കണേ. 24, 24 എത്രയാണ്? 38 പോരാ, 48 മണിക്കൂറിനുള്ളിൽ എന്റെ കായ് തന്നിട്ടില്ലെങ്കിൽ താനും തന്റെ കുടുംബം അതെ ഓലത്തും ഈ കമ്പൗണ്ടിലിട്ട് വളർത്തും. കാണിച്ചരാ, ഓർമ്മിരിക്കട്ടെ. അമ്മൻ ഞാനും പറഞ്ഞു എന്റെ ഭഗവാനെ. അർജുനൻ, പാട്ടൻ, പിന്നെ കിരീടിയും ഉഗ്രമായ പെരുമ്പാമ്പും. അമ്മൊന്ന് പയ്യെ പോകുമ്പോ എനിക്ക് അയ്യോ, കുഞ്ഞിന്റെ കൈക്കെന്ന് പറ്റി? കാറ്റില് ജനലടഞ്ഞപ്പോ ചില്ല് പൊട്ടി വീണതാ. ഡോക്ടറോട് വേണ്ട, വിളിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയി കിടന്നോ. ചെറിയ മുറിവല്ലേ, ഉപ്പ് വെച്ച് കിട്ടിയാ മതി. അച്ഛനെന്തിയമ്മേ? മനസ്സമ്മതം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ മനസ്സമാധാനക്കേട്. അച്ഛൻ കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നോ? ഉണ്ടായി. അതാണ് നീ മനസ്സമാധാനക്കേട്. വന്നൂന്ന് അറിഞ്ഞപ്പോ മുതല് മോനെ കാണണോന്ന് വിചാരിച്ചതാ. എന്താന്നറിയില്ല, ഈയിടെ നടക്കുമ്പോ വല്ലാത്ത ശ്വാസം മുട്ട്. മരുന്നൊന്നും മുടക്കരുത്. സോഫിയെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ? ആ, എന്റെ പപ്പയ്ക്ക് വേണ്ടി ഈ ശരീരത്തിൽ ചോര ഒരുപാട് പറ്റിച്ചതാണ് നിന്റെ അപ്പൻ. പപ്പയെ ഇല്ലാതായുള്ളൂ. നിങ്ങൾക്കെന്ന് ഞാനുണ്ടാവും. ഈ ചെയ്തു തരുന്നത് തന്നെ ധാരാളം. ഇവളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ. അത് മോൻ ചെയ്തു തരുന്നില്ലേ? ഒന്നും മറക്കൂല കുഞ്ഞെ, ഒന്നും മറക്കൂല. പഠിത്തം എവിടെ വരെ എത്തി? ബികോം ഫൈനൽ ഇയർ ആയി. സോഫിയക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ? എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. വിക്കി സാർ, ഇവരെ കാറിൽ കൊണ്ട് വിട്ടിട്ട് വാ. ശരി സാർ, വരൂ. ചെല്ല്. വാപ്പച്ച.
ബോംബെക്ക് ഞാനും വരും. എന്താ മോളെ ഇത്, കൊച്ചു കുട്ടികളെ പോലെ. ലണ്ടനിൽ പോയി പഠിച്ചൊരു ഡോക്ടർ അല്ലേ നീ? അച്ഛനില്ലാതെ ഇവിടെ ഒരു രസവും ഇല്ല. 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫോറിൻ ഡെലിഗേറ്റ്സ് ഒക്കെ വരുന്നുകൊണ്ടാ അവർ ഈ കോൺഫറൻസ് ബോംബെയിൽ വെച്ചത്. ഞാൻ തന്നെ പങ്കെടുത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ മോളുടെ താമസം അങ്ങോട്ട് മാറ്റാം. എന്താ? ലാസ്റ്റ് അവർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കിഷ്ടായില്ല. വെറുതെ ഇരുന്നേ ഉള്ളൂ. ഞാനും അതെ. ഞാൻ റോക്കി സാറിനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്നെ ശരി, ഞാൻ പോട്ടെ. വാ കേറ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പൊയ്ക്കോ. അത് കുറച്ചുകൂടി സ്നേഹത്തോടെ പറഞ്ഞൂടെ? എന്താ, എന്നെ പേടിയാ? എന്നോട് സംസാരിക്കരുതെന്ന് കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ റോക്കി സാറിന്റെ സഹായം കൊണ്ടാ ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കുന്നത്. എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരിക്കൽ വരും തന്നെ പെണ്ണ് കാണാൻ. ആ, ഇനി പൊയ്ക്കോ. ഞാൻ പേടിച്ചു പോയല്ലോ. ബോംബിൽ എവിടെ വരുന്നു? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട്, ഉറപ്പ്. ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ഇയാളെ. സത്യം പറ. അയ്യോ, ഒരു ദുരുദ്ദേശവും ഇല്ലേ. ഈ റിങ് ഇട്ടപ്പം മുതൽ തുടങ്ങിയതാ ഇളക്കം. സമ്മതിച്ചു. ആണുങ്ങളായ അങ്ങനെയൊക്കെയാ, എന്നെ പോലെ. പക്ഷേ ഞാനിപ്പോ മറ്റൊന്നും ആലോചിക്കണേ. എന്താ? നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? നമ്മൾ അല്ലാതാരാ? എന്നെ ബോബന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ആ നെഞ്ചിന്ന് പറിച്ചെടുത്താ അത് മറക്കരുത്. അതൊക്കെ എനിക്കറിയില്ലേ. നിനക്ക് എപ്പോ വേണേലും നിന്റെ അച്ഛനെ ഒന്ന് കാണാം. പോരെ? മതി. എന്താ? എന്ത് പറ്റി? ആ അലമാര നമ്മുടെ മേൽ. അലമാരയോ? മനു എന്തായി പറയുന്നത്? ഇപ്പൊ വീഴാൻ. എന്താ മനു? അലമാരയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അലമാരല്ലേ ഈ ഇരിക്കുന്നത്. മനുമോളെ, മനുമോളെ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. ഒന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടി കിടക്കാം മോളെ. വേണ്ട, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളോ? ബെസ്റ്റ് പാർട്ടി. പറഞ്ഞപ്പോ തെറ്റിപ്പോയാരി. വാ വാ.